ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അൽഫയും ഒമേഗയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22 അധ്യായം 13 വാക്യം. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദ്യവും അവസാനവുമാകുന്നു. വർഷാരംഭം മുതൽ അവസാനം വരെ നമ്മെ സ്നേഹപൂർവ്വം നയിച്ചതിന് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് കർത്താവിന് നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്യാം. അവൻ നമ്മെ നയിക്കുക മാത്രമല്ല ചെയ്തത്, ഒരിക്കൽ ക്രൂശ് ചുമന്ന തന്റെ ചുമലിൽ അവൻ നമ്മെ വഹിച്ചു. കുഞ്ഞുങ്ങളെ ചിറകുകളിൽ ഉയർത്തി ആകാശത്തിലൂടെ പറക്കുന്ന കഴുകനെ പോലെ കഴിഞ്ഞ മാസങ്ങളിലും ദിവസങ്ങളിലും അവൻ നമ്മെ സുരക്ഷിതമായി വഹിച്ചു. അവൻ അൽഫയാണ്, അവൻ ഒമേഗയാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ ജനുവരി 1 കർത്താവാണ്, ഡിസംബർ 31 കർത്താവാണ്. ഗ്രീക്കിൽ അൽഫ എന്നത് ആദ്യ അക്ഷരമാണ്, ഒമേഗ എന്നത് അവസാനത്തേതാണ്. ആദ്യത്തേതിനും അവസാനത്തേതിനും ഇടയിലുള്ള ഓരോ അക്ഷരവും, ഓരോ വാക്കും, ഓരോ ഉച്ചാരണവും എല്ലാം അവൻ്റേതാണ്. ഉൽപ്പത്തിയിലെ ആരംഭവും വെളിപ്പാടിലെ അവസാനവും അവനാണ്. അൽഫയായി അവൻ എല്ലാം സൃഷ്ടിച്ചു, ഒമേഗയായി അവൻ മഹത്വത്തിൽ നിത്യമായി വാഴുന്നു. അവൻ അൽഫയായി ആരംഭിച്ച് ഒമേഗയായി അവസാനിക്കുന്നു എന്ന സത്യം ദൈവത്തിന്റെ യഥാർത്ഥത്തെയും പൂർണ്ണതയെയും വെളിപ്പെടുത്തുന്നു. യഹൂദ റബ്ബികൾ പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കർത്താവിനെ അനുസരിച്ചാൽ അവൻ നിങ്ങളെ തല മുതൽ കാൽ വരെ അനുഗ്രഹിക്കും. നിങ്ങൾ തലയായിരിക്കും, വാലായിരിക്കുകയില്ല എന്ന തന്റെ വാഗ്ദത്തം അവൻ നിറവേറ്റും. ബൈബിൾ പറയുന്നു, നിന്നിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ ദിവസം വരെ അത് പൂർത്തിയാക്കുമെന്ന്. ഇത് ഫിലിപ്പിയർ 1 അധ്യായം 6 വാക്യത്തിൽ കാണപ്പെടുന്നു. വീണ്ടും, എന്തെന്നാൽ അവൻ തന്റെ പ്രവൃത്തി പൂർത്തിയാക്കുകയും നീതിയിൽ ചുരുക്കുകയും ചെയ്യും. കാരണം കർത്താവ് ഭൂമിയിൽ തന്റെ വചനം നിവർത്തിച്ച് ക്ഷണത്തിൽ തീർക്കും എന്ന് വിളിച്ചു പറയുന്നു എന്ന് റോമർ 9 അധ്യായം 28 വാക്യത്തിലും പറയപ്പെടുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ കർത്താവ് അവർക്ക് ഒരു നല്ല തുടക്കം നൽകി. അത് അവരുടെ അൽഫയായിരുന്നു. അവൻ 40 വർഷക്കാലം മരുഭൂമിയിലൂടെ അവരെ സ്നേഹപൂർവ്വം നയിച്ചു. അവസാനം അവരുടെ ഒമേഗ, പാലും തേനും ഒഴുകുന്ന ദേശം, അവൻ അവരെ അവകാശമാക്കി. അതുപോലെ നിങ്ങളുടെ രക്ഷയ്ക്ക് തുടക്കമിട്ടവൻ നിങ്ങളെ വിശ്വസ്തയോടെ നയിക്കുകയും സ്വർഗീയ കാനാനിലേക്ക് സുരക്ഷിതമായി കൊണ്ടുവരികയും ചെയ്യും. ആദ്യവും അന്ത്യവുമായ ഇവൻ ആരാണ്? ദിവസങ്ങളുടെ ആരംഭമോ ജീവിതാവസാനമോ ഇല്ലാത്തവനാണവൻ. കർത്താവ് എപ്പോൾ ഉണ്ടായി തുടങ്ങിയെന്ന് ആർക്കും നിർവചിക്കാൻ കഴിയുകയില്ല. കാരണം അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അവൻ ഉണ്ടായിരുന്നവനും ഉള്ളവനും വരാനിരിക്കുന്നവനുമാണ്. ലോകം കടന്നു പോകുമ്പോഴും എന്നേക്കും നിൽക്കുന്ന നിത്യൻ. യേശു തന്നെക്കുറിച്ച് പറഞ്ഞു, ഭൂമി ഉണ്ടാകുന്നതിന് മുൻപ് ആദ്യം മുതൽ നിത്യത മുതൽ ഞാൻ സ്ഥാപിക്കപ്പെട്ടു എന്ന്. ഇത് സദൃശ്യവാക്യങ്ങൾ 8 അധ്യായം 23 വാക്യത്തിൽ കാണപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, ഈ മാറ്റമില്ലാത്ത കർത്താവ് അൽഫയും ഒമേഗയും വർഷാരംഭം മുതൽ അവസാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അവന്റെ സ്ഥിരമായ സാന്നിധ്യത്താൽ എപ്പോഴും നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം വെളിപ്പാട് പുസ്തകം 21 അധ്യായം 6 വാക്യം. അവൻ എന്നോട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി. ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ഞാൻ ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ മലാക്കി 1, 2, 3, 4 അധ്യായങ്ങൾ. വൈകുന്നേരം വെളിപ്പാട് 22 അധ്യായം. ആമേൻ.